നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ഡിജിറ്റൽ ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റോ ബ്ലോഗോ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു കിടിലൻ ഗൈഡ് തന്നെയാണ് ട്ടോ. അപ്പോൾ എന്താണ് ഈ വെബ്സൈറ്റ് അനാലിറ്റിക്സ്? ഇതൊരു വലിയ ടെക്നിക്കൽ സംഭവമാണെന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ നിങ്ങളുടെ ഡിജിറ്റൽ സാന്നിധ്യം ശക്തമാക്കാനും കൂടുതൽ പ്രേക്ഷകരെ സ്വന്തമാക്കാനുമുള്ള ഏറ്റവും വലിയ താക്കോലാണിത്. വെറുതെ കുറേ ഗ്രാഫുകളും കണക്കുകളും നോക്കിയിരിക്കുന്നതല്ല അനാലിറ്റിക്സ്, മറിച്ച് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു മാന്ത്രിക വടിയാണിത്. ഒന്നാമത്തെ കാര്യം മലയാളി ക്രിയേറ്റർമാരായ നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ചാണ്. നോക്കൂ, നമ്മുടെ ലക്ഷ്യം വെറുമൊരു 100-ഓ 1000-ഓ ആളുകളല്ല, വളരെ വലിയൊരു മലയാളി പ്രേക്ഷക സമൂഹത്തെ സ്വന്തമാക്കുക എന്നതാണ്. ഇതിനായിട്ട് വെറും ഊഹങ്ങളുടെയോ നമ്മുടെ വ്യക്തിപരമായ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കണ്ടന്റ് ഉണ്ടാക്കിയാൽ പോരാ. കൃത്യമായ ഡാറ്റ നൽകുന്ന വിവരങ്ങളെ തന്നെ നമ്മൾ ആശ്രയിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ വലിയ ജനക്കൂട്ടത്തെ ഒരു കാന്തം പോലെ അങ്ങോട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കൂ. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് വെബ്സൈറ്റ് അനാലിറ്റിക്സ് എന്ന് നമുക്കൊന്ന് വ്യക്തമായി നോക്കാം. ഈ വലിയ ചാർട്ടുകളുടെയും കണക്കുകളുടെയും തലവേദന നമുക്ക് മാറ്റിവെക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രയോജനകരവും അവരുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായ വിവരങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അനാലിറ്റിക്സ്. അത്രയുള്ളൂ കാര്യം. ഇനി മൂന്നാമത്തെ പോയിന്റ്, കൃത്യമായി പരിശോധിച്ചുറപ്പിച്ച വിവരങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നതാണ് അത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നിങ്ങൾ എന്ത് വിവരം നൽകുന്നുണ്ടെങ്കിലും അതിനേറ്റവും ആവശ്യമായത് അതിന്റെ വിശ്വാസ്യത തന്നെയാണ്. പഴയതോ തെറ്റായതോ ആയ വിവരങ്ങളെ ആശ്രയിക്കുന്നത് നിങ്ങളുടെ പ്രേക്ഷകരുമായുള്ള ആ ഒരു കണക്ഷൻ തന്നെ ഇല്ലാതാക്കും. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, അതുപോലെ പൂർണ്ണമായും പരിശോധിച്ചുറപ്പിച്ചതുമായിരിക്കണം. കാരണം തെറ്റായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം മതി നിങ്ങളുടെ പ്രേക്ഷകർക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വെറും ഊഹങ്ങൾ, മറുവശത്തോ കൃത്യമായി പരിശോധിച്ചുറപ്പിച്ച പുതിയ വിവരങ്ങൾ നൽകുന്ന ഡാറ്റ. ഇതിൽ ഊഹങ്ങളെ ആശ്രയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരുട്ടിൽ കല്ലെറിയുന്നതിന് തുല്യമാണ്. ഇവിടെ കൊള്ളുമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ കൃത്യമായ വിവരങ്ങളാണെങ്കിലോ അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും സുരക്ഷിതമായ പാതയാണ് തുറന്നു തരുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ വളർച്ചയ്ക്ക് എപ്പോഴും ഈ സുരക്ഷിതമായ വഴി തന്നെ തിരഞ്ഞെടുക്കണം, തീർച്ചയായും. അടുത്തതായി നാലാമത്തെ വിഭാഗം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡേറ്റ ഉണ്ടാകാം, പക്ഷേ അത് കുറച്ച് സങ്കീർണമാണെങ്കിൽ ആർക്കും വേണ്ടാതാകും എന്നതാണല്ലോ സത്യം. അതുകൊണ്ട് അതിനെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വളരെ ലളിതമായ മലയാളത്തിലേക്ക് മാറ്റിയെടുക്കണം. ഒപ്പം അത് വ്യാകരണപരമായും അർത്ഥപരമായും പൂർണ്ണമായും ശരിയാണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ സന്ദേശം കൃത്യമായി നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വളരെ ലളിതമായ 3 ഘട്ടങ്ങളാണിത്. ആദ്യം, കൃത്യവും ഉറപ്പുള്ളതുമായ വിവരങ്ങൾ മാത്രം ശേഖരിക്കുക. രണ്ടാമതായി, ആ വിവരങ്ങളെ വളരെ ലളിതമായ ഭാഷയിലേക്ക് മാറ്റുക. ഒടുവിൽ, ഈ ലളിതമായ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന അറിവുകൾ സൃഷ്ടിക്കുക. ഈ 3 പടവുകൾ കൃത്യമായി കടന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മികച്ച ക്രിയേറ്ററാകാൻ സാധിക്കും. ഇനി നമ്മൾ അവസാനത്തേതും 5ാമത്തേതുമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. പ്രായോഗികവും പ്രയോജനകരവുമായ അറിവുകൾ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ വിവരവും ഒരു അരിപ്പയിലൂടെ കടത്തിവിടുന്നത് പോലെ ഒന്ന് ഫിൽട്ടർ ചെയ്യണം. അത് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? അവർക്കത് ഉപകാരപ്രദമാണോ? അവർക്കെന്തെങ്കിലും പുതിയ പ്രയോജനം നൽകുന്നതാണോ? ഈ 3 ചോദ്യങ്ങൾക്കും അതെ എന്നാണെങ്കിൽ മാത്രം ആ വിവരങ്ങൾ ഉപയോഗിക്കുക. ഇതിലൊന്നും പെടാത്ത കാര്യങ്ങൾക്ക് പുറകെ പോയി വെറുതെ സമയം കളയരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, എല്ലാം ലളിതമാക്കാൻ ശ്രമിക്കുക. അമിതമായ വിവരങ്ങൾ കുത്തിനിറച്ച് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാതെ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ഏറ്റവും വലിയ സ്വാധീനമുണ്ടാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ രൂപകൽപ്പനയ്ക്കും അതുപോലെ അനലിറ്റിക്സ് വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനും ഒരുപോലെ ബാധകമാണ്. കുറഞ്ഞ വാക്കുകൾ, വലിയ സ്വാധീനം, അതാണ് നമ്മുടെ മന്ത്രം. അങ്ങനെ നമ്മൾ ഈ വിശുദ്ധമായ വിശകലനത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഈ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ലളിതവും കൃത്യവുമായ ഈ പാഠങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലെ ഡാറ്റ ഇന്നു മുതൽ എങ്ങനെ ഉപയോഗിക്കും?
മികച്ച തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ മലയാളി പ്രേക്ഷകരെ കൂടുതലായി മനസ്സിലാക്കാനും അത് തീർച്ചയായും സഹായിക്കട്ടെ. ഇന്നു മുതൽ തന്നെ ആരംഭിച്ചോളൂ. എല്ലാവർക്കും വലിയൊരു വിജയം ആശംസിക്കുന്നു. നന്ദി.